ഈ കുത്തിയൊലിച്ചിറങ്ങുന്നത് കേരളത്തിന്റെ കണ്ണീരാണ്. പ്രകൃതി ദുരന്തങ്ങൾ കാര്യമായി സ്പർശിക്കാത്ത സുരക്ഷിത കേന്ദ്രമെന്ന ഖ്യാതിയാണ്. അതിലുപരി വർത്തമാനകാല കേരള ചരിത്രത്തെ മുൻപും പിൻപുമെന്ന് അടയാളപ്പെടുത്തി പെയ്തിറങ്ങിയ ഒരു മഴയുടെ മുറിവിൽ നിന്ന് ഒലിച്ചിറങ്ങിയ ചോരച്ചാൽ തന്നെയാണ്. 2018 ഓഗസ്റ്റ് 8 ഉച്ചതിരിഞ്ഞു തുടങ്ങിയ ഒരു തോരാമഴ 48 മണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും വാർഷിക വർഷപാതത്തിന്റെ 116% പെയ്തിട്ടും പിന്മാറാൻ മടിച്ചു നിന്ന ഒരു മഴയുടെ താണ്ഡവം. വാ പിളർന്നെത്തിയ മഹാപ്രളയത്തിലേക്ക് കേരളം എടുത്തെറിയപ്പെട്ടു. ഒരു പകൽ ഇരുണ്ടു വെളുത്തപ്പോൾ കേരളം ലോകത്തിന്റെ കനിവിന് കൈനീട്ടി നിന്ന ഒരു ദുരിതാശ്വാസ ക്യാമ്പായി. ഏതു ഭരണകൂടവും പകച്ചുപോകുന്ന സാഹചര്യം. അധികാരമേറ്റിയ ജനതയോടുള്ള കടമ നിറവേറ്റാൻ ഏതൊരു ഭരണാധികാരിയും മറ്റെപ്പോഴത്തേതിലും അധികം ബാധ്യതപ്പെട്ട കഠിനകാലം. ഈ ഗ്രഹണകാലമാണ് പിണറായി വിജയനെക്കുറിച്ചുള്ള മുൻവിധികൾ മാറ്റിമറിച്ചു തുടങ്ങിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് രാപകലില്ലാതെ ഉണർന്നിരുന്നു. നാടിന്റെ മുറവിളികൾക്ക് ഉത്തരമേകി. വകുപ്പുകളെ ഏകോപിപ്പിച്ചു. സർക്കാരിന്റെയും സന്നദ്ധ സേനയുടെയും ഇടപെടലുകൾ അർഹതപ്പെട്ടവരിൽ എത്തുന്നു എന്ന് ഉറപ്പുവരുത്തി. ഓരോ ദിവസവും മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്കെത്തി. ആശ്വാസവാക്കുകൾ പറയാൻ മാത്രമായിരുന്നില്ല, ഭിന്നതകൾ, ഏതുതരം ഭിന്നതകളും മാറ്റിവെച്ച് നാടിനായി കൈകൊരുക്കാമെന്ന സന്ദേശം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അതിനായി മുന്നിൽ നിന്നു. ജീവിതതാളം വീണ്ടെടുക്കുവോളം ജനതയിലേക്ക് സർക്കാരിന്റെ കരുതലെത്തി. പല രൂപത്തിൽ. പിന്നെ മുറിവുണക്കലിനായി ബൃഹത് പദ്ധതികൾ. കുത്തിയൊലിച്ച പ്രളയജലം നാടിനും വീടിനും നഷ്ടമാക്കിയ പലതും തിരികെ പിടിച്ചു. വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു. ജീവിത സമ്പാദ്യവും ജീവനോപാധിയും നഷ്ടമായവർക്ക് നഷ്ടപരിഹാരം. ഗൃഹോപകരണങ്ങൾ നശിച്ചവർക്ക് 3 വർഷ കാലാവധിയിൽ പലിശയില്ല വായ്പ. വിവിധ വകുപ്പുകൾ വഴി നടപ്പാക്കിയ പുനരുജ്ജീവന പദ്ധതികൾ, സബ്സിഡികൾ, റീബിൽഡ് കേരള മിഷൻ. അങ്ങനെ പല രൂപത്തിൽ പ്രളയം പ്രതിസന്ധിയിലാക്കിയ എല്ലാ ജീവിതങ്ങളിലേക്കും സർക്കാരിന്റെ കരങ്ങളെത്തി. 2018 ഭീതിതമായ അനുഭവം അതേപടി ആവർത്തിച്ചില്ലെങ്കിലും 2019 പെരുമഴയും ഒരുപാട് മുറിവുകൾ ബാക്കിവെച്ചാണ് പെയ്തൊഴിഞ്ഞത്. മലപ്പുറത്തെ കവളപ്പാറയും വയനാട്ടിലെ പുത്തുമലയും തീരാനോവിന്റെ മണൽക്കൂനകളായി. മഴക്കെടുതികളിൽ വീണ്ടും പകച്ചുപോയ നാളുകൾ. ജലനിരപ്പിനൊപ്പം നെഞ്ചിലുയരുന്ന തീയുമായി രാപകലുകൾ പിന്നിട്ട് നാടിന് കരുത്തായത് ഒരാണ്ട് മുമ്പ് നടത്തിയ ഐതിഹാസികമായ അതിജീവനം തന്നെയായിരുന്നു. മഹാപ്രളയത്തെ അതിജീവിക്കാൻ മുന്നിൽ നിന്ന സർക്കാരിന്റെ ഇടപെടലുകളെ, നിർദ്ദേശങ്ങളെ മുറുകെ പിടിച്ച് രണ്ടാം പ്രളയത്തിന്റെ തിരയിളക്കവും കേരളം മറികടന്നു. ലോകത്തെ നിശ്ചലമാക്കിയ ഒരു രോഗാണുവിനെതിരായ ചെറുത്തുനിൽപ്പിലും കേരളം ലോകത്തോളം വളർന്നു. സർക്കാരിന്റെ ആസൂത്രണ മികവിന്റെ ഉദാത്ത മാതൃകയായി വിലയിരുത്തപ്പെട്ട കോവിഡ് പ്രതിരോധം. രാജ്യത്ത് രോഗം ആദ്യമായി സ്ഥിരീകരിക്കപ്പെട്ട സംസ്ഥാനം. എന്നിട്ടും ആദ്യ തരംഗത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാനും മരണനിരക്ക് പിടിച്ചു നിർത്താനും കഴിഞ്ഞത് പിണറായി സർക്കാരിന്റെ അഭിമാന നേട്ടമായി രേഖപ്പെടുത്തപ്പെട്ടു. സർക്കാരിന്റെ ആരോഗ്യ സംവിധാനത്തിന്റെ കാര്യക്ഷമമായ വിനിയോഗവും സ്വകാര്യ മേഖലയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മുന്നൊരുക്കവും താഴെത്തട്ടിൽ ശക്തമായി നടപ്പാക്കിയ നിരീക്ഷണ ജാഗ്രതാ സംവിധാനങ്ങളുടെ മികവും സവിശേഷ ശ്രദ്ധ നേടി. മാരകമായ നിപ്പയുടെ വ്യാപനം ഫലപ്രദമായി തടഞ്ഞു നേടിയ സൽപ്പേര് കോവിഡിന്റെ കാര്യത്തിലും നിലനിർത്തി. രോഗവ്യാപന നിലയും പ്രതിരോധ സംവിധാനങ്ങളും ഓരോ ദിവസവും മുഖ്യമന്ത്രി നേരിട്ടെത്തി നാടിനോട് വിശദീകരിച്ചു. ആ വാർത്താ സമ്മേളനങ്ങൾ കേരള ജനതയെ ഒന്നാകെ ടെലിവിഷന് മുന്നിലെത്തിച്ചു. സമീപകാലത്ത് മറ്റൊരു പ്രതിദിന പരിപാടിക്കും ഇത്രയേറെ ജനസമിതി നേടാനായിട്ടില്ലെന്ന് ചരിത്രം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരുപക്ഷെ കോവിഡ് പ്രതിസന്ധി കാലത്ത് രാജ്യത്തെ ഒരു മുഖ്യമന്ത്രിയും ഇത്രയേറെ വാർത്താ സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ടാവില്ല. ജനജീവിതം സ്തംഭിച്ചു നിന്ന ലോക്ഡൌൺ പ്രതിസന്ധി കാലത്താണ് സർക്കാരിനെ നാട് അനുഭവിച്ചറിഞ്ഞത്. ലോക്ഡൌൺ നിശ്ചലമാക്കിയത് അക്ഷരാർത്ഥത്തിൽ ജീവിതത്തെ തന്നെയായിരുന്നു. ജീവനോപാധികളുടെ ജീവനറ്റു. എല്ലാ വിഭാഗം ജനങ്ങളുടെയും വരുമാനം നിലച്ചു. പിന്നെ ഉത്തരമില്ലാത്തൊരു ചോദ്യമായി ജീവിതങ്ങളിലേക്ക് ഉറ്റുനോക്കിയ മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം വിശപ്പ്. ഉത്തരം നൽകി പിണറായി സർക്കാർ. സൗജന്യ ഭക്ഷ്യക്കിറ്റുകൾ, സൗജന്യ ഭക്ഷണശാലകൾ, ജനകീയ ഹോട്ടലുകൾ, കമ്മ്യൂണിറ്റി കിച്ചണുകൾ. നാടിന്റെ വയറെരിയാതിരിക്കാൻ ഒരു ഭരണകൂടം നടപ്പാക്കിയ പദ്ധതികളാണിവ. സ്തംഭിച്ചു നിന്ന സമ്പദ് വ്യവസ്ഥയെ ചലിപ്പിക്കാൻ സ്വീകരിച്ച പ്രായോഗിക നടപടികളും സർക്കാരിനുമേൽ ജനങ്ങൾക്കുള്ള മതിപ്പിന്റെ ആഴം കൂട്ടി. വിവിധ ക്ഷേമ പദ്ധതികളിലൂടെയും അല്ലാതെയും എല്ലാവരിലേക്കും സർക്കാർ നേരിട്ട് പണമെത്തിച്ചു. 1000 രൂപയുടെ ധനസഹായം ലഭിക്കാത്ത ഒരാൾ പോലും ഇല്ലാത്ത നില. ആ പണം വിപണികളിലേക്കിറങ്ങി. തളർന്നു നിന്ന വിപണിക്ക് പതിയെ ജീവൻ വെച്ചു. അപ്പോൾ പിന്നീടെപ്പോഴോ നികുതിയിളവായും സബ്സിഡിയായും ആർക്കൊക്കെയോ ഗുണം ലഭിക്കുന്ന ഉത്തേജന പദ്ധതികളുടെ പണിപ്പുരയിലായിരുന്നു കേന്ദ്ര സർക്കാർ. വാർത്താക്കുറിപ്പുകളിലെ അവകാശവാദങ്ങളല്ല, ജനങ്ങൾ അനുഭവസാക്ഷ്യം പറയുന്ന ക്ഷേമ നടപടികളായിരുന്നു
പിണറായി വിജയൻ സർക്കാരിന്റെ മൂലധനം. ഓരോ വർഷവും വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്ന ക്ഷേമ പെൻഷനുകൾ അധികാരം വിട്ടിറങ്ങുമ്പോൾ 1600 രൂപയായി. അത് മുടങ്ങാതെ കുടിശ്ശികയില്ലാതെ ഓരോ മാസവും കൃത്യമായി വീട്ടിലെത്തി. അവശരും ആലംബഹീനരുമായ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് അതൊരു വിലമതിക്കാനാവാത്ത ആശ്വാസത്തുരുത്തായിരുന്നു. കോവിഡ് പ്രതിസന്ധി കാലത്ത് ആരംഭിച്ച് ഇപ്പോഴും തുടരുന്ന സൗജന്യ ഭക്ഷ്യക്കിറ്റുകൾ ജനങ്ങളുടെ നിത്യജീവിത ചെലവുകൾ തന്നെയാണ് വെട്ടിക്കുറച്ചത്. ജനത്തിന്റെ മനസ്സിൽ സർക്കാരിന് ഏറ്റവും സ്വീകാര്യത നൽകിയ പരിപാടി. കേരളത്തിന്റെ നിരത്തുകൾ പാടെ മുഖം മാറി. പടുകുഴികളിൽ നിന്ന് നിലവാരം കൊണ്ടും നിർമ്മാണത്തിലെ ശാസ്ത്രീയത കൊണ്ടും മികവിന്റെയും മുകളിലേക്ക് ഉയർന്ന റോഡുകൾ, പതിറ്റാണ്ടുകൾക്ക് മുൻപ് തുടങ്ങിവെക്കുകയും സ്തംഭിച്ചു നിൽക്കുകയും ചെയ്ത ബൈപ്പാസുകളുടെ പൂർത്തീകരണം, കാലം കഴിഞ്ഞിട്ടും പുതിയ കാലത്തിന്റെ ഭാരം താങ്ങി വിള്ളൽ വീണു തുടങ്ങിയ നൂറുകണക്കിന് പാലങ്ങളുടെ നിർമ്മാണം. ഇവയുടെ ഗണത്തിൽ പലതുകൊണ്ടും എടുത്തു പറയേണ്ട വൈറ്റിലയും കുണ്ടന്നൂരും പാലാരിവട്ടവും. ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടന്ന വിദ്യാലയങ്ങളുടെ നവീകരണം, സ്വകാര്യ മേഖലയോട് കിടപിടിക്കുന്നതോ അതിലുമേറെ മുന്നിട്ട് നിൽക്കുന്നതോ ആയ ഭൌതിക സാഹചര്യങ്ങളോടെ, ഹൈടെക് സംവിധാനങ്ങളോടെ, നവീനതയുടെ തലയെടുപ്പോടെ പുനർജനിച്ച സർക്കാർ സ്കൂളുകൾ, സ്വകാര്യ മേഖലയിലേക്കുള്ള വിദ്യാർത്ഥികളുടെ കുത്തൊഴുക്കിന് തടയിട്ട് കൂടുതൽ കുട്ടികളെ ആകർഷിക്കുന്ന വിധം മൂല്യവത്തും അർത്ഥപൂർണവും സമഗ്രവുമായ വളർച്ച കൈവരിച്ച പൊതുവിദ്യാഭ്യാസ രംഗം, അടച്ചുറപ്പുള്ള കൂരയ്ക്ക് കീഴിൽ ഉറങ്ങിയുണരാൻ ജീവിച്ചു മരിക്കാനുള്ള ആഗ്രഹവും പേറി നാളുകൾ തള്ളി നീക്കിയ ജനലക്ഷങ്ങളുടെ ജീവിത സ്വപ്നം സാക്ഷാത്കരിച്ച ലൈഫ് പദ്ധതി, കോടികളുടെ നഷ്ടഭാരം പേറി അടച്ചുപൂട്ടലിനുള്ള ഉത്തരവുമായി കിടന്നയിടത്തുനിന്ന് അവിശ്വസനീയമായ ലാഭത്തിലേക്ക് കുതിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ, നിറഞ്ഞൊഴുകിയ ഭൂതകാലത്ത് നിന്ന് വറ്റിവരണ്ട മണൽത്തിട്ടയായി മാറി പഴങ്കഥയായി മാറിത്തുടങ്ങിയ ആറുകളുടെയും തോടുകളുടെയും വീണ്ടെടുപ്പ്, അതുവഴി മണ്ണിനും മനുഷ്യനും പ്രകൃതിക്കും ലഭിച്ച ജീവനീരിന്റെ പ്രസരിപ്പ്, തരിച്ചുകിടന്ന നിലങ്ങളിലേക്ക് വിത്തായും വളമായും വിളവായും വരുമാനമായും തിരികെയെത്തിയ കാർഷിക സമൃദ്ധി, ആധുനികതയുടെ സാങ്കേതിക മികവോടെ ഉയർത്തെഴുന്നേറ്റ സർക്കാർ ആതുരാലയങ്ങൾ, മെഡിക്കൽ കോളേജുകളിൽ ആരംഭിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി സൌകര്യങ്ങൾ, സൌജന്യ ചികിത്സ, വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന സർക്കാർ ആംബുലൻസ് സംവിധാനങ്ങൾ, കാര്യക്ഷമമായ പൊതുഗതാഗതം, ഓഹിക്ക് പിന്നാലെ തീരമേഖലയ്ക്കായി നടപ്പാക്കിയ സമഗ്ര പദ്ധതികൾ, കേരളത്തിൽ അസാധ്യമെന്ന് കരുതിയ ഗെയിൽ പദ്ധതിയുടെ പൂർത്തീകരണം, ഇതെല്ലാം ജനം കൺമുന്നിൽ കണ്ട ഭരണത്തുടർച്ച എന്ന കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരിടത്തേക്ക് പിണറായി വിജയൻ സർക്കാരിനെ കൊണ്ടെത്തിച്ച നടപടികളിൽ ചിലത് മാത്രമാണ്. പ്രകടന പത്രികയിൽ പറഞ്ഞ ഏതാണ്ട് എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റി എന്ന സർക്കാരിന്റെ അവകാശവാദത്തെ ജനം അംഗീകരിച്ചതും പുതിയ വാഗ്ദാനങ്ങളിൽ വിശ്വാസമർപ്പിച്ചതും വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം കുറച്ചുകൊണ്ടുവരികയോ ഇല്ലാതാക്കുകയോ ചെയ്ത ഈ അനുഭവസാക്ഷ്യങ്ങൾ കൊണ്ടുകൂടിയാണ്.